നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഫാബ്കോ ബയോസൈക്കിൾ ബ്രഹ്മപുരത്ത് സ്ഥാപിച്ച അത്യാധുനിക ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം വലിയ വിജയമാണെന്ന് ദുബായിൽ നിന്നുള്ള ഉന്നത പ്രതിനിധി സംഘം അഭിപ്രായപ്പെട്ടു. ഇവിടത്തെ പുഴു അടിസ്ഥാനത്തിലുള്ള മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഇത്തരത്തിൽ പര്യാപ്തമായ സംവിധാനമാണെന്ന് പ്രതിനിധി സംഘം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരത്തെ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു സംഘം. MAHY ഗുറി ആൻഡ് കമ്പനിയുടെ പ്രതിനിധികളായ സലാഹുദ്ദീൻ ഷറാഫി, ഷബ്ബീർ ഹൈദരി, ഹുസൈഫ റംഗോല എന്നിവരാണ് പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയത്. മാലിന്യം നിക്ഷേപിക്കപ്പെടുമ്പോൾ അമിതമായ അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാകുന്നു. മാലിന്യ നിക്ഷേപ ഇടങ്ങൾ ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്നാണ് ഉണ്ടാകാറുള്ളത്. എന്നതിനാൽ മാലിന്യം പൊതുജനത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തിനും ആരോഗ്യത്തിനും വെല്ലുവിളിയാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയിലൂടെ ഈ വെല്ലുവിളികളെല്ലാം തരണം ചെയ്യാൻ കഴിയും. ഇതിലൂടെ വളരെ കുറച്ച് സ്ഥലത്ത് ദുർഗന്ധമില്ലാതെ തന്നെ മാലിന്യ സംസ്കരണം നടത്താനാകുന്നു. ഈ സാങ്കേതിക വിദ്യ ഞങ്ങളുടെ രാജ്യത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്നും ചിലവ് കുറഞ്ഞ സംവിധാനമാണെന്നത് ഈ സാങ്കേതിക വിദ്യയെ ആകർഷകമാക്കുന്നുവെന്നും മാലിന്യം പോഷകമാക്കി മാറ്റുന്നുവെന്നതും പ്രധാനപ്പെട്ട കാര്യമാണെന്നും MAHY ഗുറി ആൻഡ് കമ്പനി ചെയർമാൻ സലാഹുദ്ദീൻ ഷറാഫി പറഞ്ഞു. That's a lot of waste. That's a lot of waste, and it's being used in a productive way to make animal feed and fertilizer. കൊച്ചി നഗരപരിധിയിലെ ഭക്ഷ്യമാലിന്യം സംസ്കരിക്കാനുള്ള പദ്ധതി എന്ന നിലയിലാണ് ഫാബ്കോ ബയോസൈക്കിൾ ആരംഭിച്ചതെന്ന് ഫാബ്കോ ഡയറക്ടർമാരായ PV നിയാസ്, PA ലത്തീഫ് എന്നിവർ പറഞ്ഞു. നമ്മൾ കൊച്ചി കോർപ്പറേഷൻ ഇവിടുത്തെ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങിയത്. ഏകദേശം നമ്മളൊരു 12,000 ടണ്ണ് വേസ്റ്റാണ് ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ദിവസം 50 ടണ്ണ് വേസ്റ്റാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്ന 50 ടണ്ണ് വേസ്റ്റ് നമ്മളത് കൃത്യമായിട്ട് പൾവറൈസ് ചെയ്ത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്നുള്ള ഒരു ലാർവനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമാണ് ഇതിന് ആവശ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള പ്രോട്ടീൻ, ഈ പുഴുവിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് പ്രോട്ടീൻ ആക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഏറ്റവും നല്ല വളം, ഇതിൻ്റെ വളത്തിന് പറയുന്നത് ഫ്രാസ് എന്നാണ്. ഈ ഫ്രാസുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ഇത്രയധികം ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 100 ടണ്ണ് ചെയ്യാൻ ഏകദേശം നമുക്ക് 10 ഏക്കർ സ്ഥലം വേണം. നമുക്കാണെന്നുണ്ടെങ്കിൽ 100 ടണ്ണ് ചെയ്യാനാകെ 1.5 ഏക്കർ സ്ഥലമേ വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള, വിവിധ കോർപ്പറേഷനുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇത് വന്നത്. മാത്രമല്ല ഇതിലൊരു കോൺസെപ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടീൻ എന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ്. പിന്നെ മറ്റുള്ള തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലീച്ചായിട്ടോ മറ്റുള്ള തരത്തിലുള്ള ഒരു വേസ്റ്റും ഒരു റെസിഡ്യൂ ഇല്ല. ഇതിനകം 12,000 ടൺ മാലിന്യം കൈകാര്യം ചെയ്തു. ഒരു ദിവസം 50 ടൺ മാലിന്യം സംസ്കരണ കേന്ദ്രത്തിൽ എത്തിച്ച് പൊടിച്ച് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന ലാർവ ഉപയോഗിച്ച് മാറ്റുന്നു. സംസ്കരണത്തിന് വളരെ കുറച്ച് സ്ഥലം മാത്രം മതിയെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മാലിന്യം സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പോഷകമാക്കി മാറ്റുന്നു. അതോടൊപ്പം ഏറ്റവും നല്ല വളവും ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു. ഫ്രാസ് എന്നാണ് ഈ വളത്തിന് പറയുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാലിന്യം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇന്ത്യയിലെ തന്നെ ആദ്യ പദ്ധതിയും. ഇത്രയധികം അളവിൽ മാലിന്യം സംസ്കരിക്കുന്ന മറ്റൊരു പദ്ധതിയും ഇവിടെയില്ലെന്നും അവർ പറഞ്ഞു. റാക്കിംഗ് സംവിധാനം ഉപയോഗിച്ച് കുറഞ്ഞ ഭൂമിയുടെ കാര്യക്ഷമമായ ഉപയോഗം. പരമ്പരാഗത രീതികളെ അപേക്ഷിച്ച് 10 ദിവസത്തിനകം ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റാക്കാം. പരിസ്ഥിതി സൗഹാർദ്ദവും ശുചിത്വവും ഉറപ്പു നൽകുന്നു. കുറഞ്ഞ ചിലവിൽ ഫലപ്രദമായ മാലിന്യ സംസ്കരണ സംവിധാനം. മാലിന്യത്തിൽ നിന്ന് പ്രോട്ടീൻ എന്ന ആശയം പിന്തുടരുന്ന ഈ സംവിധാനം ജൈവമാലിന്യങ്ങളിൽ നിന്നും മൂല്യമുള്ള പോഷകങ്ങൾ വീണ്ടെടുക്കുന്നു. ഇതൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ. നഗരമാലിന്യ സംസ്കരണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെ സാധ്യത അടിവരയിടുന്നതാണ് ദുബായ് പ്രതിനിധി സംഘത്തിൻ്റെ സന്ദർശനം. ജനസംഖ്യ കൂടുതലുള്ള നഗരപ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്താൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ പ്രതിദിനം 500 ടണ്ണിൻ്റെ മാലിന്യ സംസ്കരണം നടത്താനുള്ള പദ്ധതി കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കാക്കനാട്.